പാലാ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ഒരു വിശ്വാസ ഗോപുരത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പാലായുടെ അഭിമാനവും നാനാജാതി മതസ്ഥരുടെ ആശ്രയ കേന്ദ്രവുമായ കുരിശുപള്ളി വെറുമൊരു കാഴ്ചയുടെ ഭംഗിക്കപ്പുറം വിശ്വാസത്തിൻ്റെ പ്രതീകം കൂടിയാണ്. കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പാലായിലെ കുരിശുപള്ളി അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും അതുല്യമായ വാസ്തുവിദ്യയും കൊണ്ട് ഏറെ പ്രശസ്തമാണ്. പാലായിലെ കുരിശുപള്ളിയുടെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ മീനച്ചിലാറ്റിൽ നിന്ന് ഒരു കുരിശ് കണ്ടെത്തിയെന്നും അത് പ്രതിഷ്ഠിച്ച സ്ഥലത്താണ് പിന്നീട് പള്ളി സ്ഥാപിക്കപ്പെട്ടതെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു കൽക്കുരിശ് സ്ഥാപിക്കപ്പെട്ടു. ക്രിസ്തുവർഷം 1731 ആ കുരിശിനു ചുറ്റും ഒരു ഓലമേഞ്ഞ പള്ളി നിർമ്മിച്ചു. അതിനുശേഷം 1746 ഒരു സ്ഥിരം പള്ളി പണിയുകയും ചെയ്തു. ഇന്നത്തെ കുരിശുപള്ളിയുടെ പ്രധാന ആകർഷണമായ 7 നില ഗോപുരത്തിന്റെ നിർമ്മാണത്തിനുള്ള ആലോചനകൾക്ക് തുടക്കമിട്ടത് 1951 1953 പാലാ രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വയലിലാണ് കുരിശുപള്ളിയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. പ്രിൻസ് ആൽബർട്ട് എന്ന കമ്പനിയാണ് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. തക്കല സ്വദേശിയായ മരിയ സൂസ എന്ന കൽപ്പണിക്കാരന്റെ നേതൃത്വത്തിൽ ഏകദേശം 1/4 നൂറ്റാണ്ടോളം കാലമെടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അന്ന് നിർമ്മാണ ചെലവ് ഏകദേശം 14 ലക്ഷം രൂപയായിരുന്നു. 1977 ഡിസംബറിലാണ് ഈ ദേവാലയം കൂദാശ ചെയ്തത്. പൂർണ്ണമായും കല്ലിൽ കൊത്തിയിരിക്കുന്ന ഈ ദേവാലയത്തിന് 140 അടിയാണ് ഉയരം. ഇതിനു മുകളിലായി 12.5 അടി ഉയരമുള്ള ക്രിസ്തുരാജന്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറാനായി 110 അടി വരെ പടികളുണ്ട്. ഈ പള്ളി ഒരു ഇടവക പള്ളിയല്ല, മറിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു സർവമത തീർത്ഥാടന കേന്ദ്രമാണ്. പാലാ സെയിന്റ് തോമസ് കത്തീഡ്രൽ വലിയ പള്ളി ആണ് ഇതിന്റെ മാതൃ ഇടവക. പാലാ കുരിശുപള്ളിയുടെ പ്രധാന ആകർഷണം അതിന്റെ 7 നില ഗ്രാനൈറ്റ് ഗോപുരമാണ്. ഈ ഗോപുരം പാലായുടെ ആകാശരേഖയിലെ ഒരു പ്രധാന അടയാളമായി നിലകൊള്ളുന്നു. ഇതിന്റെ രൂപകൽപ്പന ഗ്രാനൈറ്റിലെ കവിത എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൽ തെല്ലും അതിശയോക്തിയില്ല. പരമ്പരാഗതവും ആധുനികവുമായ ശൈലികളുടെ ഒരു മനോഹരമായ സംഗമമാണ് ഈ നിർമ്മിതി. കുരിശുപള്ളിക്ക് പാലായിലെ ജനങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. ഇന്ന് മധ്യ കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണിത്. നാനാമതസ്ഥരായ ധാരാളം ആളുകൾ ഇവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനും അനുഗ്രഹം തേടാനുമായി എത്തിച്ചേരുന്നു. പള്ളിക്കുള്ളിലെ കുരിശിനെ നൂറ്റാണ്ടുകളായി വിശ്വാസികൾ ആരാധിച്ചു പോരുന്നു. അവരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദിവ്യ സാന്നിധ്യമായി ഈ കുരിശിനെ ഗണിക്കുന്നു. ചുരുക്കത്തിൽ പാലായിലെ കുരിശുപള്ളി അതിൻ്റെ സുദീർഘമായ ചരിത്രവും അനുപമമായ വാസ്തുവിദ്യയും ആഴമേറിയ വിശ്വാസചര്യയും കാരണം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരിടമാണ്. രാത്രിയിൽ കുരിശുപള്ളിക്ക് മുകളിൽ മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ പോലും ഈ വിശുദ്ധ പ്രതീകത്തിന് സവിശേഷമായ സൗന്ദര്യം പകരുന്നു.